പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ചില പ്രേക്ഷകരൊക്കെ പറയും, നിങ്ങൾ LDFന് വേണ്ടിയിട്ടാണോ വാർത്തകൾ ചെയ്യുന്നത്? LDFനെതിരെ എത്രയോ വാർത്തകൾ റിപ്പോർട്ടർ TV പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട്. അതേപോലെ UDF ചെയ്ത എത്രയോ നല്ല കാര്യങ്ങൾ. ഇപ്പോൾ തൂഫാനുമായി ബന്ധപ്പെട്ട് നമ്മളല്ലേ ആ വാർത്തയോടൊപ്പം തന്നെ റിപ്പോർട്ടർ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കൊപ്പം നമ്മൾ നിൽക്കും. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കും, അതിനകത്തൊരു സംശയവുമില്ല. ഇപ്പോൾ വരുന്നൊരു വാർത്ത നോക്കൂ. LDF ഭരിക്കുന്ന ഇടുക്കിയിലെ തോപ്രാംകുടി സഹകരണ ബാങ്ക്, ആ ബാങ്കിൽ സംഭവിച്ചത് എന്താണ്? ഒന്നും അഭിനന്ദിക്കേണ്ട കാര്യമല്ല. അവിടെ നടന്നിരിക്കുന്നത് വലിയ അഴിമതിയാണ്, വലിയ തട്ടിപ്പാണ്. LDF ഭരിക്കുന്ന ഇടുക്കിയിലെ തോപ്രാംകുടി സഹകരണ ബാങ്കിൽ കോടികളുടെ തട്ടിപ്പ് നടന്നിരിക്കുന്നു. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. 10,42,00,000 രൂപ തട്ടിയെടുത്തു. ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും ചേർന്നാണ് തട്ടിപ്പ് നടത്തിയത്. മുൻ പ്രസിഡന്റും സെക്രട്ടറിയും അടക്കം 13 പേർക്കെതിരെ മുരിക്കാശ്ശേരി പോലീസ് കേസെടുത്തു. വ്യാജവിലാസത്തിൽ വായ്പ, വ്യാജ സംഘങ്ങൾ രൂപീകരിച്ച് വായ്പ, അഡ്വാൻസ് എന്നീ ഇനത്തിലാണ് വൻ തട്ടിപ്പ് നടത്തിയത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ LDF ഭരിച്ച കരുവന്നൂരിന്റെ അതേ മാതൃകയിൽ സഹകരണ വകുപ്പ് നടത്തിയ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന് ലഭിച്ചു. രാഹുൽ സുരേഷ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രാഹുൽ സുരേഷ്, നടന്നിരിക്കുന്നത് കരുവന്നൂർ മാതൃകയിലുള്ള വെട്ടിപ്പാണോ? കോടിക്കണക്കിന് രൂപയാണല്ലോ ഈ പറയുന്ന തോപ്രാംകുടിയിലെ സാധാരണക്കാരന്റെ പൈസ ഇവർ അടിച്ചു മാറ്റിയത്. ഒരു കാരണവശാലും നമുക്ക് പൊറുക്കാൻ പറ്റൂല. ആരാണ് ചെയ്തത്? എങ്ങനെയാണ് ഈ തട്ടിപ്പ് നടത്തിയത്? എന്താണ് കൂടുതൽ വിവരങ്ങൾ രാഹുൽ? വലിയ തട്ടിപ്പാണ് ഡോക്ടർ അരുൺ ഈ തോപ്രാംകുടിയിലെ സഹകരണ ബാങ്കിൽ നടന്നിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ ബാങ്കുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ പുറത്തു വന്നിരുന്നു. പക്ഷേ ഇവിടെ നിക്ഷേപകരായിട്ടുള്ള ആളുകൾ ആദ്യഘട്ടത്തിൽ പരാതി നൽകാൻ തയ്യാറായിരുന്നില്ല. ഏറ്റവും ഒടുവിൽ അവിടെ ഉണ്ടായിരുന്ന 1-2 ആളുകൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഈ വലിയ തട്ടിപ്പുകൾ പുറത്തു വന്നിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാവുന്ന റിപ്പോർട്ടുകൾ ഇങ്ങനെയാണ്. സഹകരണ വകുപ്പ് നടത്തിയിരിക്കുന്ന പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ 10,42,64,031 രൂപയുടെ തട്ടിപ്പ് നടന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇടുക്കി ജോയിന്റ് രജിസ്ട്രാറുടെ പരാതിയിൽ മുൻ ബാങ്ക് പ്രസിഡന്റും സെക്രട്ടറിയും ഉൾപ്പെടെ 13 പേർക്കെതിരെയാണ് മുരിക്കാശ്ശേരി പോലീസ് കേസെടുക്കുകയും ചെയ്തിരിക്കുന്നത്. 2020 മുതൽ 2026 വരെയുള്ള സമയത്ത് ഈ ബാങ്കിൽ തട്ടിപ്പ് നടത്തി എന്നാണ് പറയുന്നത്. ഈ ബാങ്ക് സമിതിയിൽ ആകെ 11 പേരാണുള്ളത്. അതിൽ 9 പേരും CPMന്റെ പ്രവർത്തകരാണ്, CPMന്റെ നേതാക്കളാണ് എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വ്യാജ വിലാസങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഒരാൾക്ക് 50,000 രൂപ ഉൾപ്പെടെ നൽകിക്കൊണ്ടാണ് ഈ 10 കോടിയിലധികം രൂപ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇതിലെടുത്തു പറയേണ്ട കാര്യം, ഈ തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്തു വന്നതോടുകൂടി 236 പേർ ഈ ബാങ്കിൽ നൽകിയിരിക്കുന്ന അപേക്ഷകൾ പിൻവലിക്കുകയും, അതായത് വായ്പ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നൽകിയിരിക്കുന്ന 236 അപേക്ഷകൾ പെട്ടെന്ന് കാണാതായി എന്ന കണ്ടെത്തൽ കൂടി ഈ റിപ്പോർട്ടിൽ പറയുകയും ചെയ്യുന്നുണ്ട്. കുറേയധികം കാര്യങ്ങൾ ഈ റിപ്പോർട്ടിൽ പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും സെക്രട്ടറി സുനിതാകുമാരി 3,17 ലക്ഷം രൂപയാണ് ബാങ്കിൽ തിരിച്ചടയ്ക്കാനുള്ളത്. മുൻ പ്രസിഡന്റ് ഷൈൻ തോമസ് 82 ലക്ഷം രൂപയും ഈ ബാങ്കിൽ തിരിച്ചടയ്ക്കാനുണ്ടെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. ഈ ക്രമക്കേട് കണ്ടെത്തിയതോടുകൂടി 3 പേരെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ ജീവനക്കാർ ഉൾപ്പെടെ 3 പേരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ 3 പേരുടെ സസ്പെൻഷനിൽ കാര്യങ്ങൾ ഒതുങ്ങില്ല എന്നാണ് നമ്മൾ ഈ റിപ്പോർട്ട് വായിക്കുമ്പോൾ മനസ്സിലാവുകയും ചെയ്യുന്നത്. 20 കോടി രൂപ കേരള ബാങ്കിനും 10 കോടി രൂപ നിക്ഷേപകർക്കും നൽകാനുണ്ട്. അങ്ങനെ 30 കോടി രൂപ ഇതിനോടകം തന്നെ പുറത്തേക്ക് നൽകാനുണ്ട്. പക്ഷേ ബാങ്കിന്റെ കണക്കുകളിൽ പറയുന്നത് 13 കോടി രൂപ മാത്രമാണ് ബാങ്കിലേക്ക് പിരിച്ചെടുക്കാനുള്ളൂ. അപ്പോൾ ബാക്കി തുക എവിടെ പോയി എന്ന ഒരു സംശയം കൂടി ബാക്കി നിൽക്കുന്നുണ്ട്. 10 കോടി രൂപ തട്ടിപ്പ് നടത്തിയപ്പോൾ ബാക്കി 8 കോടി രൂപ ഇപ്പോഴും എവിടെ പോയി എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. എന്തായാലും സഹകരണ വകുപ്പ് കൂടുതൽ അന്വേഷണത്തിലേക്ക് നീങ്ങാൻ തന്നെയാണ് സാധ്യത. കരുവന്നൂരിന് സമാനമായിട്ടുള്ള ഒരു തട്ടിപ്പ് ഈ ഏറ്റവും ചെറിയ ഗ്രാമമായിട്ടുള്ള ഇടുക്കിയിലെ ഒരു ചെറിയ ഗ്രാമം കൂടിയാണ് തോപ്രാംകുടി. അങ്ങനെയുള്ള ഗ്രാമത്തിലുള്ള ഈ സഹകരണ ബാങ്കിൽ നടന്നു എന്ന ഒരു വിലയിരുത്തലിലാണ് ഉള്ളത്. എന്തായാലും പ്രാഥമിക അന്വേഷണത്തിൽ 10 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തി എന്ന് പറയുന്നു. അപ്പോൾ കൂടുതലായിട്ടുള്ള അന്വേഷണത്തിൽ ചിലപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാൻ തന്നെയാണ് സാധ്യത. അരുൺ, ഓക്കെ, താങ്ക് യു. ഇപ്പോൾ രാഹുലാണ് നമുക്കൊപ്പം ചേർന്നത്. രാഹുൽ, ഈ വാർത്ത വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. കാര്യം, ഈ സഹകരണ മേഖലയെ ഏതെങ്കിലും തരത്തിൽ തുരങ്കം വെച്ച് നശിപ്പിക്കുന്ന ഇത്തരം തുരപ്പന്മാരുണ്ടല്ലോ, ആ തുരപ്പന്മാരെ പൊതുസമൂഹം കണ്ടറിയുക തന്നെ വേണം. ഒരു കാരണവശാലും നമുക്ക് മാപ്പ് കൊടുക്കാൻ പറ്റില്ല. സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് ഇടപാടുകൾ അതിവേഗം നടപ്പിലാക്കി കൊടുക്കുന്നത് ഈ സഹകരണ സ്ഥാപനങ്ങളാണ്. നമ്മൾ വിശ്വാസത്തിൽ നമ്മൾ ഉണ്ടാക്കുന്ന പൈസ അവിടെ കൊണ്ടിടുന്നു. ആ പൈസ എടുത്ത് ഇവർ പൊട്ടടിക്കുക ചെയ്യുക. പല ബിസിനസ്സുകളാണ് ഈ പറയുന്ന തുരപ്പന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അങ്ങനെ തന്നെ വിളിക്കേണ്ടി വരും. സഹകരണ ബാങ്ക് തുറക്കുന്ന തുരപ്പന്മാർ, അതാണ് തോപ്രാംകുടിയിൽ കണ്ടത്. 10 കോടിയിലധികം രൂപയാണ് അവിടുത്തെ ഭാരവാഹികൾ ചേർന്ന് തട്ടിച്ചെടുത്തത്. വ്യാജ മേൽവിലാസത്തിൽ വായ്പയൊക്കെ എടുത്തിട്ട്. ഒന്നാലോചിച്ച് നോക്കൂ, സാധാരണക്കാരൻ്റെ പൈസയാണ്. ഇതൊക്കെ ദഹിക്കുമോ തുരപ്പന്മാരെ എന്ന് മാത്രമേ നമുക്ക് ചോദിക്കാനുള്ളൂ. കരുവന്നൂരിൽ സംഭവിച്ചതുപോലെയാണ് ഇവിടെയും. ഭരിക്കുന്നത് LDF. ഇടുക്കി തോപ്രാംകുടിയിലാണ് സംഭവം.